ദൈവത്തിന് സ്തുതി. പ്രവാചക ഗുരുപരമ്പരയ്ക്ക് പ്രണാമം. തിരുവൻപണ്ടൂർ ശ്രീ ഗുരുദേവ ശ്രീഭദ്രകാളി ദേവീക്ഷേത്രം തിരുവുത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച കൺവെൻഷനിൽ രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദീർഘനേരത്തെ പ്രാർത്ഥനയുമായി ഭക്തിയുടെ ഒരു അവസ്ഥയിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളെ ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ ചില അടരുകളിലേക്ക് കൊണ്ടുപോവുകയാണ് എൻ്റെ ദൗത്യം. ശ്രീനാരായണ ഗുരു എന്നത് ഒരു വ്യക്തിയുടെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ നാമമല്ല. അത് ഈ പ്രപഞ്ചത്തോളം വികസിതമായ ഒരു ജ്ഞാനഗരിമയുടെ നാമമാണ്. നാം ഗുരുവിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻപിൽ തൂങ്ങുന്ന ചിത്രങ്ങളിൽ തെളിയുന്ന ഒരു മുഖമായിട്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ആകെ പ്രകാശപൂർണമാക്കേണ്ടുന്ന ഒരു വെളിച്ചമായിട്ടാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വളരെ പരുക്കൻ അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പരുക്കൻ എന്ന് ഞാൻ പറയുന്നത് മാർദ്ദവം നഷ്ടപ്പെട്ട, മൃദുലത നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നിറം പ്രശ്നമാകുന്ന, മതം പ്രശ്നമാകുന്ന, ജാതി പ്രശ്നമാകുന്ന ഒരു ലോകം വീണ്ടും തിരിച്ചു വരികയാണ്. ഗുരു നമ്മിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ നാം എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വച്ചിരുന്നു എന്നും ആ ഒളിപ്പിച്ചു വച്ചിരുന്നതൊക്കെ വീണ്ടും തിരിച്ച് എടുക്കുകയാണ് എന്നും തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഗുരുവിൻ്റെ കേരളത്തിൽ, ഗുരു ജനിച്ച് ജീവിച്ച് സമാധിയായ കേരളത്തിൽ ജാതിലക്ഷണവും ആത്മോപദേശ ശതകവും ദർശനമാലയും ദൈവദശകവും അനുകമ്പാദശകവും ജീവകാരുണ്യ പഞ്ചകവുമൊക്കെ ഗുരു എഴുതിയ കേരളത്തിൽ, ശിവപ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും ഓംകാര പ്രതിഷ്ഠയും ഗുരു നടത്തിയ കേരളത്തിൽ കറുത്തവൻ ഇപ്പോഴും അകലെ അകലെ എവിടെയോ നിൽക്കേണ്ടി വരുന്ന ഒരു കാലത്ത്, കറുത്തവന് മോഹിനിയാട്ടം പാടില്ല എന്ന് തിട്ടൂരമിറക്കുന്ന ഒരു കാലത്ത്, കറുത്തവനെ സ്വന്തം അമ്മ പോലും കണ്ടാൽ സഹിക്കില്ല എന്ന് പുതിയ ഒരു മതമുണ്ടാകുന്ന കാലത്ത് ഗുരുവിൽ നിന്ന് നാം എത്ര അകലെയാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. സ്വന്തം സഹപാഠികളാൽ ഒരു കുട്ടി 2 ബെൽറ്റ് മുറിയുവോളം അടികിട്ടി ദാരുണമായി മരിച്ചുപോയ ഒരു കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ കേരളം തിരിച്ചു നടക്കുകയാണ്. ഗുരുവിൻ്റെ കാലത്തിനും അപ്പുറത്ത് പൈശാചികതയുടെ, രാക്ഷസീയതയുടെ, ജാതീയതയുടെ, വർണ്ണവെറിയുടെ ഒക്കെ ഒരു ലോകത്തേക്കുള്ള തിരിച്ചു നടത്തത്തിലാണ് നാം ഇപ്പോഴുള്ളത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കാണണമെന്ന്, ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കാണണമെന്ന്, ജാതി ഒരു അഭിമാനമാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും ആരൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം അങ്ങനെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നാരായണ ഗുരുവിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം.
ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള മഠങ്ങളും മന്ദിരങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ ഉണ്ട്. ശ്രീനാരായണ ഗുരുവിനെ വലിയ ഫോട്ടോയിലാക്കി ചുമരിൽ തൂക്കുന്ന പതിവുമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് കേൾക്കുമ്പോൾ പുളകം കൊള്ളുന്ന മനസ്സുമുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ സ്വീകരിച്ച് ആ ദർശനങ്ങൾ ജീവിതത്തിൽ ആവാഹിച്ച് ആ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ തയ്യാറായ ആളുകളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാരായണ ഗുരുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ നാരായണ ഗുരു പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള ഒരാളും ഇല്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഇന്നത്തെ അവസ്ഥ മാത്രമല്ല, ഇത് പഴയ കാലത്തുള്ള അവസ്ഥ കൂടിയാണ്. ശ്രീനാരായണ ഗുരു ജീവിക്കുമ്പോഴുള്ള അവസ്ഥ കൂടിയാണിത്. സശരീരനായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഗുരു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ എല്ലായിടത്തും പറയുന്നൊരു ചോദ്യം. ആ ചോദ്യം പറഞ്ഞാലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രീനാരായണ ഗുരുവിനോടുള്ള ബന്ധത്തെ അളക്കാൻ അത് കാരണമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണത്. ഗുരു ചോദിച്ചു, നൂറുകണക്കിന് വീടുകളിൽ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന ഒരു കാലത്ത്, ഗുരുവിൻ്റെ വിഗ്രഹം വെച്ച് പൂജിക്കുന്ന ക്ഷേത്രമുള്ള ഒരു കാലത്ത്, ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളുള്ള ഒരു കാലത്ത് ഗുരു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നടരാജഗുരുവിനോട്, പൽപ്പുവിൻ്റെ മകനായ നടരാജഗുരുവിനോട് നാരായണ ഗുരു ചോദിച്ചു, തമ്പി നമുക്കാരുമില്ലല്ലോ തമ്പി, തമ്പിയെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? അന്ന് SNDP ഉണ്ട്, ശിവഗിരിയുണ്ട്, ഗുരുവിൻ്റെ പേരിലുള്ള ക്ഷേത്രമുണ്ട്, ഗുരുഭക്തരായ ധാരാളം ആളുകളുണ്ട്. അക്കാലത്താണ് ഗുരു ചോദിക്കുന്നത്, നമുക്കാരുമില്ലല്ലോ തമ്പി. ഈ ചോദ്യം എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ആ ചോദ്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം കാണണം. കറുത്തവന് മുഖ്യധാരയിലേക്ക് പ്രവേശനമില്ല എന്ന പ്രസ്താവന കേൾക്കണം. അപ്പോഴാണ് ഗുരുവിൻ്റെ കൂടെ ആരുണ്ട് എന്ന ചോദ്യം ഉയരുന്നത്. ഗുരുവിൻ്റെ കൂടെ ആരുണ്ട്? നമുക്ക് ഗുരു ആരാണ്? ഈ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ ഈ സമൂഹത്തിലുള്ള മിക്ക ആളുകൾക്കും ഗുരു ആരാണ്? ഗുരു ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠയാണ്. ഗുരു ചുമരിൽ തൂങ്ങുന്ന ഒരു അലങ്കാരമാണ്, വീട്ടിൻ്റെ ഐശ്വര്യമാണ്. നമ്മുടെ പായാരങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ്. ഗുരു നമുക്കതൊക്കെയാണ്. ഇതിനപ്പുറത്ത് ഗുരുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഗുരുവെന്ന് പറയുന്നത് വെറും ആവേശമായി, വെറും ഒരു ഭക്തിയായി മാറിയ ഒരു കാലത്ത് ഞാൻ പറയുന്നു, തീർച്ചയായും അതല്ല ഗുരു എന്നാണ്. അതല്ല ഗുരു. ഗുരു ദർശനമാണ്, ഗുരു ഒരു ആദർശമാണ്, ഗുരു ഒരു വെളിച്ചമാണ്, ഗുരു വഴികാട്ടിയാണ്, നമുക്ക് നേർമാർഗം കാണിക്കുന്ന, നേർവഴി കാണിക്കുന്ന ഗുരുവാണ്. അങ്ങനെയാണല്ലോ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്. നേർവഴി കാണിക്കുന്ന, വെളിച്ചമായി തീരേണ്ടുന്ന ഗുരുവായിരിക്കുന്ന ശ്രീനാരായണ ഗുരുവുണ്ട്. അങ്ങനെ ആ ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര പേർ ഗുരുവിൻ്റെ എത്ര കൃതികൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുവിൻ്റെ മുന്നിൽ വന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന, ഗുരുവിനോട് പായ്യാരങ്ങൾ പറയുന്ന, ഗുരുവിനോട് പ്രാർത്ഥിക്കുന്ന, ഗുരുവിനോട് കാര്യസിദ്ധികൾക്ക് വേണ്ടി തേടുന്ന, ഉദ്ദിഷ്ടകാര്യത്തിന് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി പറയുന്ന ആളുകൾ ഗുരുവിൻ്റെ എത്ര കൃതികളിലൂടെ, ഗുരു എന്താണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്? ഗുരു കേരളീയ സമൂഹത്തിന്, മാനവ സമൂഹത്തിന് കൈമാറിയിട്ടുള്ളത് എന്താണ്? അത് ഗുരുവിൻ്റെ കൃതികളാണ്. 64-ൽ പരം കൃതികൾ, ചെറുതും വലുതുമായ കൃതികൾ. ആ കൃതികളാണ് നാം ഗുരുവിനെ അറിയാൻ ആ കൃതികളിലൂടെ സഞ്ചരിക്കണം, ഗുരുവിൻ്റെ ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഗുരു ആരാണെന്നും ഗുരു എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പുതിയ കുട്ടികൾക്ക്, നമ്മുടെ ചെറിയ തലമുറക്ക് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ ചുമരിൽ തൂങ്ങുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ താഴെ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് വെക്കണം. എന്നിട്ട് ഗുരുവിനെ നമസ്കരിക്കണം, ഗുരുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ പാടണം. അതിനപ്പുറത്ത് ഗുരുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ എവിടെയാണ് നാം നിർണയിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്നത് നാം അറിവാകുന്നു. ഗുരു പറയുന്നു, നാം അറിവാകുന്നു. നാം അറിവാകുന്നു എന്ന പ്രസ്താവനയെ എങ്ങനെയാണ് നാം ഉൾക്കൊള്ളുക? ഗുരുവിൽ നിന്ന് നാം എങ്ങനെയാണ് അറിവിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവദശകം നാം എപ്പോഴും ചൊല്ലാറുള്ള ദൈവദശകം, ദൈവമേ കാത്തുകൊൾഗങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം എന്ന് തുടങ്ങി
ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് അവസാനിക്കുന്ന 10 ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങൾ നമ്മളിങ്ങനെ കാണാതെ ചൊല്ലും. കാണാതെ ചൊല്ലുന്നത് നല്ലതാണ്. കാണാതെ ചൊല്ലുന്നതിനപ്പുറത്ത് ആ ശ്ലോകങ്ങളുടെ ആ പ്രാർത്ഥനയുടെ, അതൊരു പ്രാർത്ഥനയാണോ, അതൊരു ദർശനമാണോ, അത് ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ എല്ലാമാണത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവദശകമാണ്. ആ ദൈവദശകത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം പഠിക്കാൻ, അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഗ്രഹിക്കാൻ, അത് മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കാൻ, അത് മനുഷ്യനോട് സംവദിക്കുന്നത് എങ്ങനെയെന്ന് ഗ്രഹിക്കാൻ നമ്മളിൽ ആരും മെനക്കെടാറില്ല എന്നുള്ളതാണ്. കാരണം നമുക്കൊക്കെ എളുപ്പത്തിലുള്ള വളരെ പെട്ടെന്ന് കുറുക്ക് വഴികൾ തേടുന്നവനാണ് മനുഷ്യൻ. എളുപ്പത്തിൽ ഇതൊക്കെ പഠിച്ചിട്ട് ഇതിനൊക്കെ എവിടെ സമയം? നമുക്ക് വേറെന്തൊക്കെയുണ്ട് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ചർച്ച ചെയ്യാനൊക്കെ. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥനാ മന്ത്രങ്ങളാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, അത് നമ്മൾ ഉറക്കത്തിലും ചൊല്ലും. കാണാതെ പഠിച്ചിരിക്കുകയാണ്, ഉറക്കത്തിലും ചൊല്ലും. പക്ഷേ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും മനസ്സിലാക്കാൻ, പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഗുരുവിനെ വീണ്ടെടുക്കാൻ സാധിക്കണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളുടെ അർത്ഥങ്ങൾ അറിഞ്ഞതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കണം. ഇന്നത്തെ എൻ്റെ വിഷയം അപരനിലേക്ക് മിഴി തുറക്കുന്ന ഗുരു എന്നാണ്. അപരനിലേക്ക് മിഴി തുറക്കുന്ന ഗുരുവിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ ആമുഖം വേണം. അപരനെക്കുറിച്ചുള്ള ബോധത്തെയാണ് ഗുരു നമുക്ക് മതമായി പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണ് മതം? മതം എന്നാൽ എന്താണ്? അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു കൂമ്പാരമാണ്. നമുക്ക് ശിവനുണ്ട്, വിഷ്ണുവുണ്ട്, ബ്രഹ്മാവുണ്ട്, ദേവിയുണ്ട്, ദേവനുണ്ട്, ഇങ്ങനെ ഒരുപാട് ദൈവനാമങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ആചാര രീതികളുണ്ട്. ഇസ്ലാം മതമുണ്ട്, ക്രിസ്തു മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ഹിന്ദു മതമുണ്ട്, ജൈന മതമുണ്ട്, സിഖ് മതമുണ്ട്, ഇങ്ങനെ ധാരാളം മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കൊക്കെ ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. നിരന്തരമായ പ്രാർത്ഥനകൾ, രാവും പകലും പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകളൊക്കെ നടന്നിട്ട് മനുഷ്യൻ ഈ മതങ്ങളിൽ നിന്ന് എന്താണ് നേടുന്നത്? ഈ ഒരു ചോദ്യം പ്രസക്തമല്ലേ? നാം പരസ്പരം കലഹിക്കാൻ, ഹിന്ദുവിന് മുസ്ലിം ശത്രു, മുസ്ലിമിന് ക്രിസ്ത്യൻ ശത്രു, ക്രിസ്ത്യന് ബുദ്ധൻ ശത്രു, ഇങ്ങനെ ഓരോ മതക്കാരനും അപരമതം ശത്രു. എൻ്റെ മതം മാത്രം നല്ലത്, നിങ്ങൾ എൻ്റെ മതത്തിലോട്ട് വാ. ഹിന്ദുമതം മാത്രം നല്ലത്, ഹിന്ദുമതമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മതം, ഹിന്ദുമതത്തോളം പോകുന്ന മറ്റൊരു മതമില്ല എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു. ഇസ്ലാം മതമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മതം, സ്വർഗത്തിലേക്കുള്ള വഴി അതാണ്, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകണം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം. ക്രിസ്തു മതമാണ് ഏകരക്ഷാകരമായ വഴി, സ്വർഗത്തിലേക്കുള്ള ദൈവത്തിലേക്കുള്ള വഴി അതാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുമതം സ്വീകരിക്കണം എന്നിങ്ങനെ ഓരോ മതക്കാരനും അവനവൻ്റെ മതത്തിൻ്റെ മാഹാത്മ്യവും ശുദ്ധിയും പറഞ്ഞ് തൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് അപരനെ വിദ്വേഷിക്കുന്ന ഹിന്ദു നരകത്തിലാണ്, ക്രിസ്ത്യൻ നരകത്തിലാണ്, മുസ്ലിം മോശക്കാരനാണ് എന്നിങ്ങനെ അപരനെ ദ്വേഷിക്കാനും അപരനെ വെറുക്കാനും അപരൻ്റെ ദേവാലയത്തോട് പുച്ഛം തോന്നുന്ന മനോഭാവം വളർത്തുന്നതിനും വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഒരു മതത്തെയാണ് നമുക്കറിയാവുന്നത്. നോക്കൂ, നിങ്ങൾ ലോകത്ത് നടക്കുന്ന കലാപങ്ങളിൽ ഏറിയ കൂറും മതവുമായി ബന്ധപ്പെട്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്, ഇറാഖിൽ നടക്കുന്നത്, ഇറാനിൽ നടക്കുന്നത്, ഇസ്രയേലിലും ഫലസ്തീനിലും നടക്കുന്നത്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മ്യാൻമറിൽ നടക്കുന്നത്, ചൈനയിൽ നടക്കുന്നത്, ശ്രീലങ്കയിൽ നടക്കുന്നത് മതവുമായി ബന്ധപ്പെട്ട കലാപങ്ങളാണ്. പള്ളികളിൽ ബോംബ്, ചർച്ചുകളിൽ ബോംബ്, അമ്പലങ്ങളിൽ ബോംബ്, കുറുവടി, കത്തി, കഠാര, ഇങ്ങനെ ആയുധങ്ങളുടെ കൂമ്പാരമായി ദേവാലയങ്ങൾ മാറുന്നു. മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിക്കുന്നു. അപരനെ കൊന്നാൽ നിനക്ക് സ്വർഗമുണ്ട്, കൊല്ലുക, നശിപ്പിക്കുക, രക്തമൊഴുക്കുക, ഇതാണ് മതങ്ങൾ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. മതം എന്ന് പറയുന്ന ഒരു വിശുദ്ധ വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വിശുദ്ധ സങ്കല്പത്തെ നമ്മളിങ്ങനെ താലോലിക്കുന്നു. എല്ലാ മതങ്ങളും നല്ലത്, എല്ലാ മതങ്ങളും ഗംഭീരം, മനുഷ്യനെ. പക്ഷേ മതങ്ങൾ കൊണ്ട് ലോകത്തുണ്ടായ അനർത്ഥത്തോളം മറ്റൊരു കാര്യം കൊണ്ടുണ്ടായിട്ടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ലോകത്ത് മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്, മനുഷ്യ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ക്ഷതമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മതങ്ങൾ കാരണമാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള യുദ്ധങ്ങളുടെ കഥകൾ, അത് കുരുക്ഷേത്രം മുതൽ തുടങ്ങും, കുരുക്ഷേത്രം മുതൽ ഇങ്ങോട്ട്, അത് ബദറിൻ്റെ, കുരിശ് യുദ്ധത്തിൻ്റെ, എന്തെന്തൊക്കെ ഭവിഷ്യത്തുകൾ മനുഷ്യൻ്റെ രക്തത്തിൽ ചവിട്ടിയാണ് മതങ്ങൾ വളർന്നിട്ടുള്ളത്.
അത് ക്രിസ്തു മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും എല്ലാം മനുഷ്യൻ്റെ രക്തമാണ് അവയുടെ നീരായി മാറിയിട്ടുള്ളത്. ഈ മതത്തെക്കുറിച്ചല്ല ഗുരു പറയുന്നത്. ഗുരു പറയുന്നത് ഏതാണ്? ഗുരു പറയുന്നത് സ്നേഹമെന്ന മതത്തെക്കുറിച്ചാണ്, കരുണ എന്ന മതത്തെക്കുറിച്ചാണ്, അനുകമ്പയുടെയും അൻപിൻ്റെയും അരുളിൻ്റെയും കരുണയുടെയും മതത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും എന്ന് ഗുരു പറയുമ്പോൾ ഗുരുവിൻ്റെ മതം ഏതാണ്? ഗുരുവിൻ്റെ മതം ഇപ്പറയപ്പെടുന്ന കാലുഷ്യത്തിൻ്റെയും കലാപങ്ങളുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മതമല്ല, മറിച്ച് അത് അനുകമ്പയുടെയും അൻപിൻ്റെയും കരുണയുടെയും മതമാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആലോചിച്ച് നോക്കൂ. ഗുരു അപരനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യൻ മാത്രമല്ല, മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല ഗുരു ചിന്തിക്കുന്നത്, മറിച്ച് ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളെക്കുറിച്ചുള്ള കരുതലും ഗുരുവിൻ്റെ സങ്കല്പത്തിലുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് ഗുരുവിൻ്റെ കരുണ എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് മാത്രം നീളുന്ന കരുണയല്ല, മറിച്ച് അത് ഉറുമ്പിലേക്ക് കൂടി നീളുന്ന കരുണയാണ്, പുഴുവിലേക്കും പൂമ്പാറ്റയിലേക്കും നീളുന്ന കരുണയാണ്. അത് ഈ പ്രപഞ്ചത്തോളം വികസിക്കുന്ന കരുണയുടെ രസമാണ്. അതുകൊണ്ടാണ് അരുളുള്ളവനാണ് ജീവി എന്നൊരു വിട്ടിയിടുക ഈ നവാക്ഷരി എന്ന് ഗുരു പറയുന്നത്. നിങ്ങൾ ധാരാളം മന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് മന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ നടന്ന നവാഹത്തിൻ്റെ ഭാഗമായി ഒരുപാട് മന്ത്രങ്ങൾ ഉരുവിടാൻ നിങ്ങളോട് തന്ത്രി പറഞ്ഞു, ഒരുപാട് മന്ത്രങ്ങൾ ഉരുവിടാൻ പറഞ്ഞു. ആ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ഉരുവിട്ടു. പക്ഷേ ഗുരു പഠിപ്പിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം സംസ്കൃത മന്ത്രമല്ല, ആ മന്ത്രം ഇന്നോളം കേട്ടുവന്ന പാരമ്പര്യ രീതിയിലുള്ള മന്ത്രമല്ല. ഉരുവിടാൻ, നിരന്തരമായി പറയാൻ, ജീവിതത്തിൽ പകർത്താൻ ഗുരു പറയുന്ന ഒരു മന്ത്രം അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്നാണ്. നിരന്തരമായി ഉരുവിടാൻ ഗുരു പഠിപ്പിക്കുന്നത് അരുളുള്ളവനാണ് ജീവി എന്ന മന്ത്രമാണ്. കരുണയുള്ളവനാണ് ജീവി, അനുകമ്പയുള്ളവനാണ് ജീവി. അതിന് മറ്റൊരർത്ഥമുണ്ട്. അനുകമ്പയില്ലെങ്കിൽ അത് ശവമാണെന്നാണ്. അനുകമ്പയില്ലെങ്കിൽ നാറുന്നൊരുടൽ മാത്രമായി തീരും എന്നാണ് ഗുരു പറയുന്നത്. നാറുന്നൊരുടൽ മാത്രമായി തീരും അനുകമ്പയും അൻപും കരുണയും ഇല്ലെങ്കിൽ. അനുകമ്പയാണ് ഗുരുവിൻ്റെ മതത്തിനൊരു പേരുണ്ട്. ഗുരുവിൻ്റെ മതത്തിനൊരു പേരുണ്ട്. അത് ശ്രീനാരായണീയ മതമെന്നല്ല, ഹിന്ദു മതമെന്നല്ല, ഇസ്ലാം മതമെന്നല്ല. പിന്നെയോ ആ മതത്തിൻ്റെ പേര് അനുകമ്പ എന്നാണ്. അതുകൊണ്ടാണ് അനുകമ്പ ദശകം എഴുതിയത്. നടരാജഗുരു എപ്പോഴും പറയാറുണ്ട്, യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവദശകമല്ല, അനുകമ്പാദശകമാണ് എന്നാണ്. അനുകമ്പാദശകം പോലൊരു കൃതി, അനുകമ്പാദശകം പോലൊരു ഒരു ദർശനം, ഒരു ധർമ്മശാസ്ത്രം നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. അതിലെല്ലാം ഉൾക്കൊള്ളുന്നു എല്ലാ മതങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും സാരസത്ത, എല്ലാ ആചാര്യന്മാരുടെയും പേരുകൾ, പരമേശ പവിത്ര പുത്രനെക്കുറിച്ച്, കരുണാവാൻ നബി മുത്തുരത്നത്തെക്കുറിച്ച്, തേർത്തെളിക്കുന്ന സാരഥിയെക്കുറിച്ച്, ബുദ്ധനെക്കുറിച്ച്, അവധൂതന്മാരെക്കുറിച്ച്, തമിഴ്നാട്ടിലെ ദ്രാവിഡ വംശത്തിലെ, ഇങ്ങനെ ഏതേതൊക്കെ ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അനുകമ്പയാണ്ടവൻ ഇവരൊക്കെയാണോ എന്ന് ചോദിച്ച് അനുകമ്പയുടെ മൂർത്തഭാവമാണ് മതം എന്ന് ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ എന്താണ് അനുകമ്പ എന്ന് പറയുന്നത്? എന്താണ് അനുകമ്പ എന്ന് പറയുന്നത്? കരുണയുടെയും അൻപിൻ്റെയും അരുളിൻ്റെയും ഒക്കെ ഭാവം. മതം അതാണ്. നിങ്ങളുടെ മനസ്സിൽ മതം, പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കുളിരോർമ്മകളുണ്ട്, നനവോർമ്മകളുണ്ട്. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ചില മധുരങ്ങളുണ്ട്. അത് ഏത് മനുഷ്യൻ്റെയും പ്രണയം പോലെ നമ്മുടെ മനസ്സിലേക്ക് മതം എന്ന് കേൾക്കുമ്പോഴേക്കും കരുണയുടെ രസം ഉറവയെടുത്ത് വരണം, കരുണയുടെ രസം പെയ്തിറങ്ങണം. അങ്ങനെ മതം കരുണയായി തീരുന്ന, അൻപും അനുകമ്പയുമായി തീരുന്ന ഒരു ഭാവം മതത്തിന് നൽകുക എന്നുള്ളതാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്രഭാഷണത്തിലൂടെ ഉണ്ടാകേണ്ടുന്ന സംഗതിയല്ല. മതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം. മതമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകലാണ്, മതമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകലാണ്, ചർച്ചിൽ പോകലാണ്, ഗുരുദ്വാരയിൽ പോകലാണ്, മതമെന്ന് പറഞ്ഞാൽ ചില അടയാളങ്ങൾ ധരിക്കലാണ്. ഇങ്ങനെ മതമെന്നാൽ അടയാളങ്ങളായി മാറിയിരിക്കുന്നു. വലിയ ചന്ദനക്കുറി ചാർത്തി, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ തഴമ്പ് നെറ്റിയിലുണ്ടായി, അല്ലെങ്കിൽ കുരിശുമാലയും കൊന്തയും ചാർത്തി, പ്രത്യേകമായ ഹാവഭാവാദികൾ, കാവി നിറം ഒരു മതത്തിന്, വെളുത്ത നിറം മറ്റൊരു മതത്തിന്, പച്ച നിറം വേറൊരു മതത്തിന്, ഇങ്ങനെ ഓരോ മതത്തിന് ഓരോ നിറം, ഓരോ അടയാളം, ഓരോ ഭാവം. കണ്ടാൽ പറയണം അവൻ ഏത് മതക്കാരനാണ്, ഇവൻ മുസൽമാനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ് എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ പ്രത്യേകമായ അടയാളങ്ങളൊക്കെ വഹിച്ച്, ഇങ്ങനെ അടയാളങ്ങളായി മതം മാറുന്ന ഒരു കാലത്ത്,
അടയാളങ്ങളിലാണ് തർക്കം. വലിയ താടി, ആ താടിയുടെ നീളം എത്ര എന്നുള്ളതാണ് ചില മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്യുന്നത്. എത്ര നീളത്തിലാണ് താടി വെക്കേണ്ടത്? അതുപോലെ പുതിയ ഹിന്ദു സംസ്കാരത്തിലേക്ക്, പുതിയ ഒരു ഹൈന്ദവ സംസ്കാരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോൾ എത്ര ഇഞ്ച് നീളത്തിലാണ് കുറി വരക്കേണ്ടതെന്നാണ്. ഇങ്ങനെ പുതിയ അടയാളങ്ങളിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുമ്പോൾ മതത്തിൻ്റെ കാമ്പാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഗുരു പറഞ്ഞ കാമ്പ് അത് ഈ മതമല്ല, അടയാളമല്ല മതം, മറിച്ച് അതൊരു ഭാവത്തിൻ്റെ പേരാണ്. മതങ്ങളുടെ അടിയാധാരമായിരിക്കുന്ന ആധ്യാത്മികതയിലേക്കാണ് ഗുരു നമ്മെ നയിക്കുന്നത്. ആ ആധ്യാത്മികത എന്താണ്? ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം എന്ന് പറയുന്ന മതങ്ങളുടെ ആധ്യാത്മികതയുണ്ട്. നമ്മുടെ ഉള്ളിലായിത്തീരുന്ന ഒരു ദൈവസങ്കല്പമുണ്ട്, നമ്മളായിത്തീരുന്ന ഒരു ദൈവസങ്കല്പമുണ്ട്. ആ ദൈവസങ്കല്പത്തിലേക്കാണ് പോകേണ്ടത്, അടയാളങ്ങളിലേക്കല്ല. അടയാളങ്ങൾ കൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. അടയാളങ്ങൾ കൊണ്ട് മാറ്റമുണ്ടാകുന്നുവെങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ ലോകത്ത് എത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. എത്ര പ്രഭാഷണങ്ങളാണ്, മതപ്രഭാഷണങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം പള്ളികളിൽ മദ്രസകൾ, പിന്നെ മതപ്രഭാഷണങ്ങൾ വേറെ, വെള്ളിയാഴ്ച പ്രസംഗങ്ങൾ വേറെ. പ്രഭാഷണങ്ങളെ കൊണ്ട് നിക്കക്കള്ളിയില്ല. ചർച്ചകളിൽ അച്ഛന്മാരുടെ പ്രഭാഷണങ്ങൾ, ഉപദേശങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, നിരന്തരമായി പ്രഭാഷണങ്ങൾ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പിന്നെ സപ്താഹയജ്ഞം, നവാഹയജ്ഞം, യജ്ഞങ്ങളെ കൊണ്ടൊരു കളി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. നിരന്തരമായി പ്രഭാഷണങ്ങൾ. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പ്രഭാഷണങ്ങൾ കടത്തിവിട്ടിട്ട് നന്നാവുന്നെങ്കിൽ ഇതിനു മുമ്പ് നന്നാവണ്ടേ? പക്ഷേ ദിനം പ്രതി താഴോട്ട് പോകുന്നു. ലഹരി മാഫിയകൾ, അതുപോലെ കൊലപാതക സംഘങ്ങൾ, കൊള്ള സംഘങ്ങൾ, അഴിമതി വീരന്മാർ, നിരന്തരമായി ലോകം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുന്നു. എന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത്? മതങ്ങളുടെയോ പ്രഭാഷണങ്ങളുടെയോ ദേവാലയങ്ങളുടെയോ പള്ളികളുടെയോ ഒന്നുമല്ല, അതൊക്കെ നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തിൻ്റെ കുറവാണ്? മതങ്ങളല്ല, അടയാളങ്ങളല്ല മനുഷ്യനെ നന്നാക്കുക, പ്രഭാഷണങ്ങളല്ല മനുഷ്യനെ നന്നാക്കുക, മറിച്ച് അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടുന്ന ധർമ്മഭാവങ്ങളാകണം. ആ ധർമ്മഭാവങ്ങളാണ് ഗുരു പഠിപ്പിച്ചത്. അതാണ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത്. ഗുരുവിന് ബഹളമില്ല. ഗുരു എവിടെയും പ്രഭാഷണം നടത്തിയിട്ടില്ല. ശ്രീനാരായണ ഗുരു എവിടെയും ഒരു പ്രഭാഷണവും നടത്തിയിട്ടില്ല. വലിയ പ്രഭാഷകനുമല്ല ഗുരു, മറിച്ച് ഗുരു വളരെ ശാന്തമായി, സൗമ്യമായി, കൂടുതലാരും കേൾക്കാത്ത വിധത്തിൽ, അരികെയുള്ള ആളുകൾ ആ ചുണ്ടിലേക്ക് ഉറ്റുനോക്കുന്നവർക്ക് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ ഗുരു മെല്ലെ മന്ത്രിക്കും ചില കാര്യങ്ങൾ. അതാണ് മന്ത്രം, അതാണ് ധർമ്മശാസ്ത്രം, അതാണ് ദർശനം. അത് ഭക്തിയുടെ മന്ത്രങ്ങളായിരുന്നില്ല. ഗുരു ആ അർത്ഥത്തിൽ ഭക്തിയെ സ്വീകരിച്ചിട്ടുമില്ല കേട്ടോ. ആ അർത്ഥത്തിൽ ഭക്തിയെ സ്വീകരിച്ചിട്ടുമില്ല ഗുരു. നമ്മൾ വിചാരിക്കുന്നത് ഭക്തിയോടുകൂടി ഗുരുവിൻ്റെ മുന്നിൽ ഇങ്ങനെ പോയി നിന്നാൽ ഗുരുവിന് വലിയ ഇഷ്ടം ഉണ്ടാകുന്നതാണ്. അല്ല, ഗുരു ആ അർത്ഥത്തിൽ ഭക്തിയെ സ്വീകരിച്ച ആളല്ല. ഗുരു ജ്ഞാനത്തെയാണ് സ്വീകരിച്ചത്, ജ്ഞാനത്തെയാണ്. അതുകൊണ്ടാണ് ദൈവം വേണ്ട, മതം വേണ്ട, ജാതി വേണ്ട മനുഷ്യന്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞപ്പോൾ ഗുരുവിനെ തിരുത്തിയ ഒരാളുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. അതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഗുരുവിൻ്റെ ശിഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരു ഇപ്പുറത്ത് പറഞ്ഞപ്പോൾ അപ്പുറത്ത് സഹോദരൻ അയ്യപ്പൻ പ്രഭാഷണം നടത്തി, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരുവിനോട് ആരൊക്കെയോ വന്ന് പറഞ്ഞു, സഹോദരൻ ഇങ്ങനെ പറയുന്നു, അയ്യപ്പൻ ഇങ്ങനെ പറയുന്നു. ഗുരു പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. ഗുരുവിന് ഭക്തിയായിരുന്നില്ല പ്രധാനം. അയ്യപ്പന് ജ്ഞാനമുണ്ടെന്ന് ഗുരുവിനറിയാം, അയ്യപ്പൻ്റെ കർമ്മത്തിൽ ദൈവമുണ്ടെന്ന് ഗുരുവിനറിയാം. അതുകൊണ്ട് അയ്യപ്പനെ സ്വീകരിച്ച, സഹോദരൻ അയ്യപ്പനെ സ്വീകരിച്ച, നാസ്തികനായ അല്ലെങ്കിൽ ദൈവം വേണ്ട എന്ന് പറഞ്ഞ, ജാതി വേണ്ട, മതം വേണ്ട എന്ന് പറഞ്ഞ, മതത്തെ തള്ളിപ്പറഞ്ഞ അയ്യപ്പനെ സ്വീകരിച്ച ഒരു ഗുരുവുണ്ട്. ഗുരുവിൻ്റെ മാർഗം ഭക്തിമാർഗമല്ല. ഭക്തി മോശപ്പെട്ട ഒരു സംഗതിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഭക്തി നല്ലതാണ്. പക്ഷേ ജ്ഞാനമാണ് പ്രധാനം. ജ്ഞാനമില്ലാത്ത ഭക്തി അപകടമാണ്. നിങ്ങൾ ഏത് വഴിയിലേക്കും കൊണ്ടുപോകാം, എങ്ങനെയും പറ്റിക്കാം, എന്തും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാം, നിങ്ങളിൽ നിന്ന് എന്തും ഊറ്റിയെടുക്കാം. ഇതാണ് ഭക്തി. ഭക്തിയിൽ മനുഷ്യനെ ഇങ്ങനെ ആറാടിച്ചിട്ട്, ഇങ്ങനെ പുളകം കൊള്ളിച്ചിട്ട്, നിങ്ങളുടെ കഴുത്തിലുള്ള മാലയും നിങ്ങളുടെ കീശയിലുള്ള കാശുമൊക്കെ, എന്താണ് മതമെന്ന് പറയുന്നത്? അപരൻ്റെ കീശയിലുള്ള കാശ് തൻ്റെ കീശയിലേക്ക് വരുത്തുന്ന ഏർപ്പാടിൻ്റെ പേരാണ് ചിലപ്പോഴൊക്കെ മതമെന്ന് പറയുന്നത്. എല്ലാ മതപ്രഭാഷണവും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഇങ്ങനെ അപരൻ്റെ കീശയിലേക്ക് കണ്ണുവെച്ച് കീശയിലുള്ളത് തൻ്റെ കീശയിലേക്ക് വരുത്തുന്ന മാന്ത്രിക വിദ്യയുടെ പേരാണ് മതമെങ്കിൽ ആ ഭക്തി ഗുരുവിൻ്റെ ഭക്തിയല്ല, അത് ഗുരുവിൻ്റെ മാർഗവുമല്ല. ഗുരുവിൻ്റെ മാർഗം അല്ലെങ്കിലും ശാരദയെ പ്രതീക്ഷിച്ചിട്ട് ഗുരു എന്താ പറഞ്ഞത്? നമ്മുടെ ശാരദയ്ക്ക് വെള്ളവും പൂവും മതി എന്നാണ്. എത്ര സിമ്പിളാണ് ഗുരുവിൻ്റെ ആരാധന.
എത്ര സിമ്പിളാണ് ഗുരുവിൻ്റെ വഴി. നമ്മുടെ ശാരദയ്ക്ക് വെള്ളവും പൂവും മതി. അവിടെ നെയ്യഭിഷേകം വേണ്ട, കരി വേണ്ട, കരിമരുന്ന് വേണ്ട, ബഹളങ്ങളില്ല, ആരവങ്ങളില്ല, ജാടയില്ല, കോലാഹലങ്ങളില്ല. വെള്ളവും പൂവും മാത്രം അർപ്പിക്കുന്ന ശാരദയെ പ്രതിഷ്ഠിച്ച് ഗുരു നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴികളൊന്നും നമ്മൾ മറന്നു പോകരുത്. ആ വഴിയാണ് ഗുരുവിൻ്റെ വഴിയെന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ബഹളമയമായ ഒരവസ്ഥയല്ല. ഭക്തിക്ക് നിത്യഗുരു, ഗുരു നിത്യ ചൈതന്യേതി, ലോകം കണ്ട മഹാസന്യാസി, ഗുരു നിത്യ ചൈതന്യേതി. ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ പരമ്പരയിൽ എന്തെന്തൊക്കെ അത്ഭുതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തെന്തൊക്കെ വിസ്മയങ്ങളാണ് വിരചിതമായിട്ടുള്ളത്. നിത്യഗുരു എന്ന് പറയുന്നത് ലോകം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വിസ്മയത്തിൻ്റെ പേരാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഒരു മനുഷ്യന് മുസ്ലിം വീടുകളിൽ ഒരു സന്യാസി സ്വീകരിക്കപ്പെട്ടു, മുസ്ലിം വീടുകളിൽ ഒരു സന്യാസി സ്വീകരിക്കപ്പെട്ടു, ഒരു സന്യാസി പരിചരിക്കപ്പെട്ടു, ഒരു സന്യാസിയെ സ്വീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം വീടുകളിൽ എൻ്റെ സ്വാമി, എൻ്റെ ഗുരു എന്ന് പറഞ്ഞ് ഓരോ മുസ്ലിം വീടുകളിലും സ്വീകരിക്കപ്പെട്ട ഒരു സന്യാസിയുണ്ട് കേരളത്തിൽ. ആ സന്യാസിയുടെ പേര് ഗുരു നിത്യ ചൈതന്യേതി എന്നാണ്. ഹിന്ദു വീടുകളിൽ ആദരിക്കപ്പെട്ടു, ക്രിസ്ത്യൻ വീടുകളിൽ ആദരിക്കപ്പെട്ടു, തീർന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടുകളിൽ ആദരിക്കപ്പെട്ടു, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടുകളിൽ ആദരിക്കപ്പെട്ടു, യുക്തിവാദിയുടെ, നിരീശ്വരവാദിയുടെ, ഈശ്വര നിഷേധിയുടെ വീടുകളിൽ ആദരിക്കപ്പെട്ട ഒരു സന്യാസി. ആ സന്യാസിയുടെ പേര് ഗുരു നിത്യ ചൈതന്യേതി എന്നാണ്. നിങ്ങൾ പഠിക്കണം, വായിക്കണം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പരമ്പരയിൽ വന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹം സംഗീതമുള്ളയിടത്ത് സംഗീതജ്ഞനാണ്, നൃത്തമുള്ളയിടത്ത് നർത്തകനാണ്. അദ്ദേഹം ലോകത്ത് സിനിമാ നിരൂപകനാണ്. രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയത്തെ വളരെ നന്നായിട്ട് മനോഹരമായി അവലോകനം ചെയ്യുന്ന ഒരു വിമർശകനാണ്. അധ്യാത്മരംഗത്ത് മുടിചൂടാ മന്നനാണ്. ജ്ഞാനത്തിൻ്റെ രംഗത്ത് ആഴമേറിയ സമുദ്രം പോലെയാണ്. ഇങ്ങനെയെല്ലാം ഒത്തുവന്ന ഒരു മഹാസന്യാസി. ആ നിത്യഗുരു ഭക്തിയെക്കുറിച്ച് പറയാറുണ്ട്, ഭക്തി എന്നാൽ പ്രണയമാണ്. ഭക്തി എന്നാൽ ബഹളമല്ല. പ്രണയത്തിന് ബഹളമുണ്ടോ? ഇല്ല. പ്രണയം എന്ന് പറയുന്നത് എന്താണ്? അത് മൗനമായ, നമ്മൾ മാത്രം അറിയുന്ന ഒരു അനുഭൂതിയുടെ പേരാണ്. ഞാൻ മാത്രം അറിയുന്ന ഒരു അനുഭൂതിയുടെ പേരാണ് എൻ്റെ പ്രണയം. ആ പ്രണയം എനിക്ക് പലതിനോടുമാകാം. എൻ്റെ ഇണയോടാകാം, ഒരു പൂവിനോടാകാം, പൂമ്പാറ്റയോടാകാം, പൂച്ചയോടാകാം, ഈച്ചയോടാകാം, ഈ പ്രപഞ്ചത്തോടാകാം, ദൈവത്തോടാകാം, എന്തിനോടുമാകാം. പക്ഷേ അത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു അനുഭൂതിയാണ്. പ്രണയത്തിന് ബഹളമില്ല, പ്രണയത്തിന് ബാഹ്യാരവങ്ങളുമില്ല. ഇതാണ് ഭക്തി. ആ ഭക്തി ജ്ഞാനവുമായി സമ്മേളിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. അതുകൊണ്ടാണ് നാം അറിവാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ജനനി നവരത്ന മഞ്ജരി എഴുതിയത്. അങ്ങനെയാണ് ശാരദയെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ശാരദയ്ക്ക് വെള്ളവും പൂവും മതി എന്ന് ഉത്തരവിട്ടത്, വിളംബരപ്പെടുത്തിയത്. ഈ ഗുരുവിൻ്റെ വഴിയെയാണ് നമ്മൾ പോകേണ്ടത്. ആ ഗുരുവിനെയാണ് നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അപരനെ തിരിച്ചറിയാൻ കഴിയുക. ഈ അപരൻ എന്ന വാക്ക് മറ്റൊരത്ഭുതമാണ്. അപരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പരൻ എന്ന് പറഞ്ഞാൽ ഞാനല്ലാത്തവൻ എന്നാണ്. ഞാനല്ലാത്തവൻ പരൻ. അപരനോ? ഞാനല്ലാത്തവനല്ലാത്തവർ. ഇതാണ് അപരൻ. പരൻ എന്നതിന് ഒരു അകാരം ചേർത്താൽ പരൻ്റെ ഓപ്പോസിറ്റാകും. പരൻ ഞാനല്ലാത്തവൻ, അപരൻ. ഇങ്ങനെ ഞാനായി തീർന്നവനാണ് അപരൻ. ഇങ്ങനെ ഗുരു ഒരു അപരസങ്കല്പം കൊണ്ടുവന്നു. എന്നിട്ട് അപരനെ കുറിച്ചുള്ള വിചാരങ്ങൾ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം എന്ന് ഗുരു എഴുതി. അപരൻ അല്ലലുണ്ടാക്കുന്ന തൊഴിൽ ഏർപ്പെടുന്നത് ആത്മവിരോധി, ഓർത്തിടണം, അത് നാശത്തിൻ്റെ വഴിയാണെന്ന് ഗുരു പറഞ്ഞു. ഇങ്ങനെ അപരനെക്കുറിച്ചുള്ള ഓർമ്മകളെ, അപരനെക്കുറിച്ചുള്ള ചിന്ത, അപരോന്മുഖത്വം. മനുഷ്യൻ്റെ ഒരു പൊതുവായ ഭാവം സ്വാർത്ഥതയാണ്. എനിക്കുണ്ടാക്കണം അല്ലേ? നമ്മൾ അമ്പലത്തിൽ പോയാലൊക്കെ എന്താ പ്രാർത്ഥിക്കുന്നത്? ക്ഷേത്രത്തിൽ പോയാൽ ദേവിയുടെ മുന്നിൽ പോകുന്ന കഥയൊക്കെ പറയുമ്പോൾ വേറെ ചിലതൊക്കെ പറയാനുണ്ട്. ഈ ദേവി എന്ന് പറയുന്നത് അമ്മയാണ്. ദേവി എന്ന സങ്കല്പം അമ്മയിൽ നിന്നുണ്ടായതാണ്. വീട്ടിലെ അമ്മയെ നോക്കാതെയാണ് ദേവിയുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ഏത് ദേവിയാണ് കടാക്ഷിക്കുക എന്നുള്ളത് ഓർക്കേണ്ടതാണ്. നമ്മളെപ്പോഴും വീട്ടിൽ നമുക്കൊരു ദേവിയുണ്ട്, നമ്മുടെ ചുക്കിച്ചുളിഞ്ഞ ഒരു അമ്മയുണ്ട്, കാരക്കപ്പരുവത്തിലുള്ള ഒരമ്മ. പറയുന്നതൊക്കെ ദോഷം, കേൾക്കുന്നതോ ദോഷം. ഇങ്ങനെ പറയുന്നതൊന്നും എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ എപ്പോഴും ശകാരിച്ചുകൊണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരമ്മയുണ്ട് നമ്മുടെ വീട്ടിൽ. ആ അമ്മയെ മൂലക്കിരുത്തി, അമ്മയ്ക്ക് വേണ്ടുന്നതൊന്നും ചെയ്തു കൊടുക്കാതെ ദേവിയുടെ മുന്നിൽ വന്ന് മഹാമായേ ദേവി ഭദ്രകാളി എന്ന് വിളിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വീട്ടിലുള്ള ദേവിയെ നോക്കിയിട്ട് വേണം അമ്പലത്തിലോട്ട് വരാൻ. വീട്ടിലുള്ള ദേവിയെ തള്ളിക്കറഞ്ഞ് വീട്ടിലുള്ള ദേവിയെ നോക്കാതെ ആ വീട്ടിലുള്ള ദേവിയോട് മോശമായി പെരുമാറിക്കൊണ്ട് അമ്പലത്തിൽ വന്നിട്ട് ദേവിയോട് പറഞ്ഞാൽ
ദേവി കള്ളങ്ങളെല്ലാം അറിയുന്നവളാണ്. ഇതും കൂടി അറിയണം. സ്വന്തം വീട്ടിലെ ദേവിയെയും സ്വന്തം വീട്ടിലുള്ള മഹാമായയെയും സ്വന്തം വീട്ടിലുള്ള ഭാഗ്യത്തെയും പരിഗണിക്കാതെ നമ്മൾ വലിയ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണൊക്കെ അടച്ച് നമ്മൾ വിചാരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്നതൊന്നും ദൈവം അറിയുന്നില്ല എന്നാണ്. ഇതാണ് മനുഷ്യൻ്റെ, അങ്ങനെയാണല്ലോ. എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ദൈവത്തിനെ കള്ളത്തരത്തിന് പോലും കൂട്ടുപിടിക്കും. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആളുകൾ കാണിക്കവഞ്ചിയിൽ കാശിട്ടിട്ട് ദൈവത്തോട് പറയും, ദൈവമേ പോലീസൊന്നും പിടിക്കാതെ നോക്കണേ. ഇങ്ങനെ നമ്മുടെ ലൈസൻസ് ഇല്ലായ്മയെ മറക്കാൻ വേണ്ടി ദൈവം നമുക്ക് കുടപിടിച്ച് തരണം. ഇങ്ങനെ മോഷണത്തിന് പോകുന്ന മോഷ്ടാക്കൾ കാണിക്കവഞ്ചിയിൽ കാശ് നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത്. ദൈവമേ കാക്കണേ. ഇങ്ങനെ കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ സങ്കല്പത്തിൽ. നമ്മുടെ എല്ലാ കൊള്ളരുതായ്മകളെയും കാത്തുകൊള്ളാൻ വേണ്ടി പറയുന്ന അഴിമതി നടത്തുന്നവരും പറയും, ദൈവമേ നോക്കണേ, കാക്കണേ, ആരും അറിയരുത്, ഇതൊന്നും റെക്കോർഡിൽ പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ അഴിമതിക്കും നമ്മുടെ കള്ളത്തരങ്ങൾക്കും നമ്മുടെ വേണ്ടാധീനങ്ങൾക്കും ഒക്കെ കൂട്ടു നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ സാക്ഷാൽ ദൈവത്തെയല്ല. സാക്ഷാൽ ദൈവത്തെ ആർക്ക് വേണം? സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന, നീതിയുടെയും ധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ദൈവത്തെ ആർക്ക് വേണം? നമ്മളൊക്കെ ഉപാസിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പിശാചിനെയാണ്. അത് ദേവിയാണെങ്കിലും ഗുരുവാണെങ്കിലും അള്ളാഹുവാണെങ്കിലും യേശുവാണെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള പിശാചിനെയാണ് നമ്മൾ ആ ദൈവമായിട്ട് കാണുന്നത്, അല്ലേ? നമ്മുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ദൈവത്തെ നാം നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ പുറത്തേക്ക് പ്രതിഷ്ഠിച്ചിട്ട് സാക്ഷാൽ ദൈവത്തെ ആർക്കും വേണ്ട, സാക്ഷാൽ ഗുരുവിനെ ആർക്കും വേണ്ട. നമ്മുടെ വൃത്തികേടുകളെ നാം ദൈവത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്താണ്? നശ്വരമായ ഇല്ലാതായി പോകുന്ന നാണയത്തുട്ടുകൾക്ക്, അല്ലേ? എൻ്റെ ഭർത്താവിന് വിസ കിട്ടണം, എൻ്റെ മകന് ജോലി കിട്ടണം, എൻ്റെ മകന് അഡ്മിഷൻ കിട്ടണം, എൻ്റെ മകൾക്ക് നല്ല ഭർത്താവിനെ കിട്ടണം, എനിക്ക് നല്ല വീടുണ്ടാകണം, ഇങ്ങനെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് ഗുരു എന്താ പറഞ്ഞത്? ഗുരു എന്ത് പറഞ്ഞു? ഗുരു പറഞ്ഞത്, നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. എന്നിട്ട് ഗുരു പറയുന്നു, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ഗുരു പറയുന്നത്, ഗുരുവിനോട് ദൈവത്തോട് ജയിക്കാൻ പറയുന്നതാണ് പ്രാർത്ഥന. ദൈവമേ നീ ജയിക്കുക, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. ഇതാണ് പ്രാർത്ഥന. ദൈവമേ എനിക്ക് തരണമെന്നല്ല. ആകപ്പാടെ അതിൽ ഗുരു ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ, അത് ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. ഇത് മാത്രമാണ് ഒരാവശ്യം പറയുന്നത്. ബാക്കിയൊക്കെ പുകഴ്ത്തലുകളാണ്, സ്തുതികീർത്തനങ്ങളാണ്. ഖുർആനിലും അങ്ങനെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ദൈവമേ നിനക്ക് സ്തുതി, പ്രപഞ്ചങ്ങളുടെ നാഥ നിനക്ക് സ്തുതി, കാരുണ്യവാനെ നിനക്ക് സ്തുതി, കരുണാകര നിനക്ക് സ്തുതി, കാലങ്ങളുടെ അധിപനെ നിനക്ക് സ്തുതി. ഇങ്ങനെ സ്തുതികൾ അർപ്പിക്കലാണ് പ്രാർത്ഥന. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. പായ്യാരങ്ങൾ നിരത്തലല്ല, പരിഭവങ്ങൾ പറയലല്ല, ആവശ്യങ്ങൾ നിവർത്തിക്കലല്ല, മറിച്ച് ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ജയിപ്പിക്കാൻ ഭഗവാനെ ജയിക്കുക, ജയിക്കുക ചിദാനന്ദ എന്നാണ്. ദൈവത്തോട് ഗുരുവിനോട് ജയിക്കാൻ പറയലാണ്, ഗുരുവിനെ ജയിപ്പിക്കലാണ് പ്രാർത്ഥന, ദൈവത്തെ ജയിപ്പിക്കലാണ് പ്രാർത്ഥന. നമ്മളോ ദൈവത്തെ നിരന്തരമായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഗുരുവിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പരാജയപ്പെടുത്താനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നാം ഗുരുവിനെ അല്ലെങ്കിൽ ദൈവത്തെ, പ്രവാചകന്മാരെ, പുണ്യപുരുഷന്മാരെയൊക്കെ ഉൾക്കൊള്ളുക എന്നതിനർത്ഥം അവരെ ഭക്തിപൂർവം ഓർമ്മിക്കുക എന്നത് മാത്രമല്ല. അത് നല്ലത്. മറിച്ച് അവരുടെ വഴികളെ, അവരുടെ ജ്ഞാനത്തിൻ്റെ സരണിയെ, അവർ മുന്നോട്ട് വെച്ച ആദർശത്തെ, അതിനെ അതിനെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കൽ കൂടിയാണ്. ഇപ്പം നമ്മൾ ഗുരുമന്ദിരങ്ങളിലൊക്കെ കാണും, പുറത്ത് എഴുതി വച്ചിരിക്കുന്നു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നിങ്ങനെയൊക്കെ ധാരാളം ഗുരുമന്ദിരങ്ങളിൽ എഴുതി വെക്കും. നല്ലത്, ഇതൊക്കെ ഗുരു പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഗുരുമന്ദിരങ്ങളുടെ ചുവരുകളിൽ എഴുതി വെക്കാനുള്ള സൂക്തങ്ങൾ മാത്രമായി ഗുരുസൂക്തങ്ങൾ മാറുന്നു എന്നിടത്താണ് അപകടം. നമ്മുടെ ചുമരുകളെ അലങ്കരിക്കാനുള്ള ചില ആപ്തവാക്യങ്ങൾ, നമ്മുടെ ചുമരുകളെ അലങ്കരിക്കാനുള്ള ചില സൂക്തികൾ, അതിനപ്പുറത്ത് ഗുരുവിൻ്റെ സൂക്തങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭിത്തിയിൽ, നമ്മുടെ ആത്മാവിൻ്റെ ഭിത്തിയിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ നാം എത്രത്തോളം കൊത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അത് എത്രത്തോളം പ്രകാശിതമാണ് എന്ന് വെച്ചാൽ,
ജീവിക്കുന്ന ഓരോരുത്തരും ജീവിക്കുന്ന ഗുരുവായി തീരണം. മുഹമ്മദ് നബിയെക്കുറിച്ച് പറയാറുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹം സഞ്ചരിക്കുന്ന ഖുർആനാണ്. ഇതുപോലെ ഗുരുവെന്ന് പറയുന്നത്, ഗുരുവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഞാനൊരു മിനി ഗുരുവായിരിക്കണം, ഗുരുവിൻ്റെ ഒരു മിനിയേച്ചർ രൂപമായിരിക്കണം. രൂപത്തിലല്ല, മറിച്ച് ഭാവത്തിൽ അങ്ങനെയായിരിക്കണം. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന പല മതസാരവും ഏകം എന്ന് പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ ഗുരു പറയുകയാണ്. എല്ലാ മതങ്ങളുടെയും സാരമൊന്നാണ്. ഇപ്പോൾ സർവ്വമത സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണിത്. നമ്മൾ മാത്രമാണ് ആഘോഷിക്കുന്നത് കേട്ടോ. നമ്മൾ മാത്രം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സാധാരണ പറയാറുണ്ട്, കേരളത്തിനൊരു ഉത്സവമുണ്ടെങ്കിൽ, കേരളത്തിനൊരു ആഘോഷമുണ്ടെങ്കിൽ അത് സർവ്വമത സമ്മേളനം നടന്ന ആ ദിവസമാണ്. നമ്മുടെ ഓണം പോലെ, വിഷു പോലെ, ക്രിസ്മസ് പോലെ, പെരുന്നാൾ പോലെ ഈ കേരളത്തിൻ്റെ പൊതുവായ ആഘോഷമായി മാറേണ്ടുന്നത് അന്ന് ശിവരാത്രിയിൽ ആലുവയിൽ അദ്വൈതാശ്രമത്തിൻ്റെ തിരുമുറ്റത്ത് ഗുരു വിളിച്ചു ചേർത്ത സർവ്വമത സമ്മേളനത്തിൻ്റെ ദിവസം കേരളത്തിൻ്റെ ആഘോഷമായിരിക്കണം. എന്നിട്ട് കേരളത്തിലെ ഓരോ മക്കളെയും പഠിപ്പിക്കണം, ഇതാണ് നമ്മുടെ സംസ്കാരം. നമ്മളെ വേർതിരിക്കാൻ, വെവ്വേറെയാക്കാൻ, മുസ്ലിം വേറെ, ഹിന്ദു വേറെ, ക്രിസ്ത്യൻ വേറെ, വെവ്വേറെയാക്കി ഓരോ തട്ടുകളിലാക്കി, ഓരോ കമ്പാർട്ട്മെൻറ്റുകളിലാക്കി പരസ്പരം അടിക്കാനും കൊല്ലാനും തല്ലാനും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നവരാഷ്ട്രീയ കാലഘട്ടത്തിൽ അതല്ല, മറിച്ച് പല മതസാരവും ഏകം എന്ന് പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു മഹാഗുരുവുണ്ട്, ഒരു ഗുരുവുണ്ട്. എല്ലാ മതങ്ങളുടെയും സാരമൊന്നാണെന്ന്, എല്ലാ ദൈവങ്ങളും ഒരൊറ്റ ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നാമങ്ങളാണെന്ന്, എല്ലാ ആചാര്യന്മാരും മനുഷ്യകുലത്തിൻ്റെ ആചാര്യന്മാരെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു മഹാഗുരുവുണ്ട്. ആ ഗുരു വിളിച്ചു ചേർത്ത സർവ്വമത സമ്മേളനം ലോകത്തിലെ 1-ാമത്തെ സർവ്വമത സമ്മേളനം. ചിക്കാഗോയിൽ നടന്നത് സർവ്വമത സമ്മേളനമല്ല, അത് പേരിൽ മാത്രമാണ്. മറിച്ച് അക്ഷരാർത്ഥത്തിൽ, രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ കാമ്പിലും കഴമ്പിലുമെല്ലാം 1-ാമത്തെ ലോകമഹാസമ്മേളനം, മതമഹാസമ്മേളനം എന്ന് പറയാവുന്നത് ആലുവ അദ്വൈതാശ്രമത്തിൽ 924 നടന്ന സമ്മേളനമാണ്. ആ സമ്മേളനം നടന്ന ദിവസം കേരളത്തിൻ്റെ ഉത്സവമായിരിക്കണം ഈ 100-ാം വാർഷികം തികയുന്ന ഈ ഘട്ടത്തിലെങ്കിലും. എന്നിട്ടത് കുട്ടികളെ പഠിപ്പിക്കണം. എവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ? നമ്മുടെ പാഠപുസ്തകങ്ങൾ. ഇവിടെ എല്ലാവരും ഭരിച്ചു, എല്ലാവരും ഭരിക്കുന്നു, കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ. എന്നിട്ട് നമ്മുടെ ഗുരു എവിടെ? പാഠപുസ്തകങ്ങളിൽ ഗുരുവുണ്ടോ? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ, LP-യിൽ, UP-യിൽ, ഹൈസ്കൂൾ തലങ്ങളിൽ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ ഗുരുവുണ്ടോ? ഗുരുവിനെ പഠിപ്പിക്കുന്നുണ്ടോ? എന്താണ് നമുക്ക് തടസ്സം? ഗുരു ഹിന്ദുവാണോ? ഗുരു മുസൽമാനാണോ? ഗുരു ക്രിസ്ത്യനാണോ? ഒന്നുമല്ലല്ലോ. ഒരു കോളത്തിലും പെടാത്ത ഗുരു. ഈ ലോകത്ത്, ഈ കേരളത്തിൽ ജീവിക്കുന്ന ആരെയും നിങ്ങൾക്ക് ഓരോ കോളത്തിൽപ്പെടുത്താൻ പറ്റും. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, കമ്മ്യൂണിസ്റ്റുകാരൻ, മതമുള്ളവൻ, മതമില്ലാത്തവൻ, നിരീശ്വരവാദി, ഈശ്വരവിശ്വാസി, ഇങ്ങനെ കളത്തിൽപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ ഒരു കളത്തിലും പെടുത്താൻ പറ്റാത്ത ഒരാളുടെ പേരാണ് ശ്രീനാരായണ ഗുരു. ഒരു കളത്തിലും പെടുത്താൻ പറ്റൂല, എല്ലാ കളത്തിലും പെടുത്തുകയുമാവാം. ശ്രീനാരായണ ഗുരു മുസൽമാനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്. ഗുരുവിനെ മതം മാറ്റാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ പാതിരി വന്നു ശിവഗിരിയിൽ. ഗുരുവിനോട് സംവദിച്ചു, ഒരുപാട് നേരം സംവദിച്ചു, യേശുവിനെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി? എനിക്ക് 30. താങ്കൾ ജനിക്കുന്നതിന് 30 വർഷം മുമ്പേ ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. ഇതാണ് ഗുരുവിൻ്റെ മതം. താങ്കൾ ജനിക്കുന്നതിന് 30 വർഷം മുമ്പ് ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ മാർഗത്തിലാണ്. ഇങ്ങനെ ക്രിസ്ത്യാനിയായ ഗുരു, മുസൽമാനായ ഗുരു, ഹിന്ദുവായ ഗുരു, മതമുള്ള ഗുരു, മതമില്ലാത്ത ഗുരു, ഇതെല്ലാറ്റിലും പെടുത്താൻ പറ്റുന്നൊരു ഗുരു. ആ ഗുരുവിൻ്റെ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും കേരളം ലോകത്തിനൊരു മാതൃകയായി തീരും. മതം കൊണ്ട് കലഹിക്കുന്ന, മതത്തിൻ്റെ പേരിൽ പരസ്പരം പോരാടുന്ന, മതത്തിൻ്റെ പേരിൽ രക്തം ചിന്തുന്ന പുതിയ കാലഘട്ടത്തിൽ ലോകത്തിന് മാതൃകയായി നമുക്ക് മാറാൻ കഴിയും, കേരളത്തിന് മാറാൻ കഴിയും. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ നാം ഉൾക്കൊണ്ടാൽ, പല മതസാരവും ഏകം എന്ന് നാം ഉൾക്കൊണ്ടാൽ. അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗുരുവിനെ ഇറക്കി വിട്ടതാരാണ്? നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് ഗുരുവിനെ കയറ്റാൻ വിസമ്മതിക്കുന്നതാരാണ്? എന്തുകൊണ്ടാണത് സാധിക്കാത്തത്? ഇത് നാം ഉറക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. സർവ്വമത സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികം നടക്കുന്ന സമയത്ത് കേരളം ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന നിലക്ക് ഇത് സാഘോഷം, സാഹ്ലാദം കൊണ്ടാടണം. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനേക്കാൾ വലിയ ഒരു സംഭവമാണെന്ന് ഞാൻ പറയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനേക്കാൾ വലിയൊരു സംഭവമാണ് സർവ്വമത സമ്മേളനം. കാരണം ഇത് സമൂഹത്തിനുള്ള, നിങ്ങൾ നോക്കൂ, സർവ്വമത സമ്മേളനം നടന്നിട്ടില്ല എന്ന് വെക്കുക, അങ്ങനെ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിക്കാമല്ലോ.
സർവ്വമത സമ്മേളനം നടന്നിട്ടില്ല കേരളത്തിൽ. ഗുരു 1924 ആലുവയിൽ അദ്വൈതാശ്രമമുറ്റത്ത് സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടില്ല. എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഇതുപോലെ ഇരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഇന്ന് ഇതുപോലെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. 1921 മലബാർ കലാപം, ആ മലബാർ കലാപം ഇവിടെ ഉണ്ടാക്കി വെച്ച ധ്രുവീകരണം, ഹിന്ദു മുസ്ലിം സ്പർദ്ധ, രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ് കുമാരനാശാന്റെ ദുരവസ്ഥയൊക്കെ വന്ന കാലം, ആ സമയത്ത് ഗുരു വിളിച്ചു ചേർത്ത സർവ്വമത സമ്മേളനമാണ് അങ്ങനെ ഒരു മുറിവില്ലാതെ കേരളത്തെ ഒന്നായി കൊണ്ടുപോകാൻ പ്രാപ്തമാക്കിയത്. അല്ലെങ്കിൽ ഇന്ന് കേരളം ഉണ്ടാവില്ല. കേരളം വിവിധങ്ങളായ കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇത് നമ്മൾ അറിയാത്തത് അതവിടെ നടന്നതുകൊണ്ടാണ്. ഇത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. ഇതുപോലെ ഗാന്ധിജി കൊല്ലപ്പെടില്ലായിരുന്നു, ഇന്ത്യ വിഭജിതമാകുമായിരുന്നില്ല. എന്തുണ്ടായിരുന്നെങ്കിൽ ഗുരുവിൻ്റെ ഒരു സ്വപ്നം, സർവ്വമത സമ്മേളനത്തിൻ്റെ അവസാനം ഗുരു പറഞ്ഞു, നമുക്കൊരു സ്വപ്നമുണ്ട്, ഒരു മതമഹാപാഠശാല സ്ഥാപിക്കണം. അതിനായി ജനങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപ നാം സ്വരൂപിക്കും. ആ സ്വപ്നം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഗാന്ധിജി കൊല്ലപ്പെടില്ലായിരുന്നു. അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇന്ത്യ വിഭജിതമാകുമായിരുന്നില്ല. ഗുരുവിൻ്റെ സ്വപ്നത്തിന് അത്രമേൽ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചില്ല, ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഗുരു ലോകത്തിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടാണ് ഓരോ കാര്യവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ പല മതസാരവുമേകം സമ്മേളനത്തിലെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഗുരു പറഞ്ഞു, ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളും കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു സംഗതി, എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളും എല്ലാവരും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. ഇത് ഗുരുവിൻ്റെ വാക്കുകളാണ്. സമബുദ്ധിയോടെയും സമഭക്തിയോടെയും പഠിക്കണം. ലോകത്തന്നേ വരെ ആരും അത് പറഞ്ഞിട്ടില്ല, അതിനുശേഷവും ആരും പറഞ്ഞിട്ടില്ല. സമബുദ്ധിയോടെ പഠിക്കണം, സമഭക്തിയോടെ പഠിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഗുരുവുണ്ട്, ഗുരുവിനോടുള്ള ആരാധനയും ഭക്തിയുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്രത്തോളം ഗുരുവിൻ്റെ ഈ സൂക്തികളെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഗുരുഗ്രന്ഥ സാഹിബ് വായിച്ചിട്ടുണ്ടോ? വേണ്ട, അതൊന്നും വായിക്കേണ്ട. ഇസ്ലാം മതത്തിൻ്റെ തത്വങ്ങൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ക്രിസ്തു മതത്തിൻ്റെ തത്വങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതും വേണ്ട. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്ത് ശ്രീനാരായണീയരാണ്? ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ അവകാശവാദത്തിൻ്റെ അർത്ഥം എന്താണ്? ഗുരു തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, അനുകമ്പാദശകത്തിൽ പറയുന്നുണ്ട്, ഈ സുഗന്ധമില്ലാത്ത കൃത്രിമ പൂവുകളെപ്പോലെ മനുഷ്യനാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ നാം അവകാശവാദങ്ങളിൽ അഭിരമിച്ചാൽ പോരാ, ഗുരുവിൻ്റെ തത്വങ്ങൾ അറിയണം. ആത്മോപദേശ ശതകം വായിക്കണം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ആത്മോപദേശ ശതകം എങ്ങാനും നമ്മുടെ ഭാരതീയ അല്ലെങ്കിൽ കേരളീയ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടൊന്ന് വായിപ്പിച്ചിരുന്നെങ്കിൽ. എന്താണ് ഈ ആത്മോപദേശ ശതകത്തിലൊക്കെ ഉള്ളതെന്നറിയാമോ നിങ്ങൾക്ക്? വേറൊന്നും വേണ്ട, മനുഷ്യന് ഒന്നും വേണ്ട. മനുഷ്യൻ്റെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായൊരു കൃതിയാണത്. 100 ശ്ലോകങ്ങൾ. 100 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 100 വർഷങ്ങളാണ്, 100 ആയുസ്സിൻ്റെ പേരാണത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അത് ശാസ്ത്രഗ്രന്ഥമാണ്, അത് ധർമ്മശാസ്ത്രമാണ്, അത് ഉപദേശമാണ്, അത് ഭക്തിയാണ്, അത് തത്വമാണ്. അതിലില്ലാത്തതൊന്നുമില്ല. എന്തൊക്കെയാണോ വേണ്ടത് എല്ലാം ഉണ്ടതിൽ. അങ്ങനെ മനുഷ്യനെ സമൂലമായി പരിവർത്തിപ്പിക്കാൻ പര്യാപ്തമായ ധർമ്മശാസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ ഉപദേശങ്ങളുടെ, ആത്മോപദേശം, അവനവൻ എനിക്ക് ഞാൻ തന്നെ നൽകുന്ന ഉപദേശം എന്നാണ് ആത്മോപദേശ ശതകത്തിൻ്റെ പേര്. ഒരു മനുഷ്യന് ആവശ്യമായ സംഗതികളൊക്കെയും ഉള്ള ആത്മോപദേശ ശതകം ഒന്ന് ആഴത്തിൽ വായിച്ചാൽ മതി, നമ്മളങ്ങ് നന്നാകും. നമ്മൾ എന്നല്ല, ലോകം മുഴുവൻ നന്നാകും. ലോകം മുഴുവൻ. അതിലില്ലാത്തതൊന്നുമില്ല. ആ അർത്ഥത്തിൽ അത് ഗുരു മനുഷ്യൻ്റെ മനസ്സിനോടാണ് സംവദിക്കുന്നത്. അതിൽ പറയുന്നത് ഓർത്തിടേണം, പിന്നെ തേറിയിടേണം എന്നിങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനോട് നിരന്തരമായി സംവദിച്ചുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ കറുപ്പിനെ കുറിച്ചുള്ള വർത്തമാനം? കറുപ്പ് വെളുപ്പ് എന്നുള്ള ചിന്തയൊക്കെ നമുക്കുണ്ടായിരുന്നു പണ്ട്. കറുത്തവൻ കറുത്തവൾ, വെളുത്തവൻ വെളുത്തവൾ, ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിതുപോലെ ഇരിക്കാൻ പറ്റുമായിരുന്നില്ല കസേരയിൽ. ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇടകലർന്നിരിക്കുന്നില്ലേ? തൊട്ടടുത്തിരിക്കുന്നവൻ്റെ ജാതി നോക്കുന്നുണ്ടോ? മതം നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ ഇരിക്കാൻ പറ്റുമായിരുന്നില്ല 100 കൊല്ലങ്ങൾക്ക് മുമ്പ്.
അടുത്തിരിക്കുന്നവൻ ആരാണ്, അവൻ്റെ ജാതി ഏതാണ്, അവൻ്റെ കുലമേതാണെന്ന് നോക്കി നിലത്തിരിക്കേണ്ട ആളുകളുണ്ടായിരുന്നു, പായയിലിരിക്കേണ്ടവരുണ്ടായിരുന്നു, പായയില്ലാതെ പെടുനിലത്തിരിക്കേണ്ടവരുണ്ടായിരുന്നു, ദൂരെ മാറി ഇരിക്കേണ്ടവരുണ്ടായിരുന്നു, തീണ്ടാപ്പാടകലം നിൽക്കേണ്ടവരുണ്ടായിരുന്നു, കുപ്പായമിടാൻ പാടില്ലാത്തവരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ, ഓർക്കുന്നില്ലേ? തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ഉണ്ടായിരുന്നു, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കാലത്തെ ഇങ്ങനെ പരസ്പരം തൊട്ടുരുമ്മി അടുത്തിരിക്കുന്നവൻ ആരാണെന്ന് നോക്കാതെ അറിയാതെ ഇരിക്കാൻ നമുക്ക് അവസരമുണ്ടാക്കി തന്ന ഒരു മനുഷ്യൻ്റെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. ആ ഗുരുവിൽ നിന്ന് വീണ്ടും നമ്മൾ തിരിഞ്ഞങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെയാണ് കറുത്തവനുണ്ടാകുന്നത്, വെളുത്തവനുണ്ടാകുന്നത്. നമുക്ക് അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ നിറം ഏതാണെന്ന് ഞാൻ ഓർത്തിരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓർക്കാൻ വേണ്ടി ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഡാൻസ് ചെയ്യേണ്ടതെന്ന്, ആരൊക്കെയാണ് പാട്ട് പാടേണ്ടതെന്ന്. വേദം പഠിക്കാൻ പാടില്ലാത്തൊരു വിഭാഗം ഉണ്ടായിരുന്നു. വേദം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം എന്ന് പഠിപ്പിച്ച ഒരു വഴിത്താരയുടെ, ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു വഴിയുണ്ടായിരുന്നു നമുക്ക്. അവിടെ നിന്നൊക്കെ മാറിയിട്ട് അതൊക്കെ എല്ലാവരും എല്ലാം പഠിക്കുന്ന മനുഷ്യരായി മനുഷ്യാണാം മനുഷ്യത്വം. മനുഷ്യർക്ക് ഏക മതമാണുള്ളത്, അത് മനുഷ്യത്വം എന്ന മതമാണ്. മനുഷ്യർക്ക് ഏക ജാതിയാണുള്ളത്, പുണർന്ന് പെറുന്നതെല്ലാം ഒരു ജാതി എന്ന് പഠിപ്പിച്ച ഇന്നും നമുക്കതൊന്നും മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ല കേട്ടോ. പുണർന്ന് പെറുന്നതെല്ലാം ഒരു ജാതി എന്നൊക്കെ ഗുരു അങ്ങ് പറഞ്ഞു പോയി. ഇന്ന് നമുക്ക് കഴിയോ? ഒരു ഈഴവക്കുട്ടി മറ്റൊരു ജാതിയിലെ, മറ്റൊരു സമുദായത്തിലെ, അല്ലെങ്കിൽ ഒരു സമുദായത്തിലെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പ്രണയിച്ചാൽ ജാതി മാറി പ്രണയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോഴും നാണക്കേടല്ലേ? പുണർന്ന് പെറുന്നതെല്ലാം ഒരു ജാതി എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ ആളുകളാണ് ഈ പറയുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് മനുഷ്യനെ മനസ്സിലാക്കേണ്ടതെന്ന് ഇപ്പോഴും നമ്മൾ ഗുരുവിനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു പറഞ്ഞത് കുറച്ച് കടന്നു പോയിട്ടുണ്ടെന്നൊക്കെ നമുക്കും തോന്നുന്നുണ്ട്. ഗുരു അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, കുറച്ച് കടന്നു പോയിട്ടുണ്ട്. ഗുരുവിനെ അങ്ങനെ ഒന്ന് പോളിഷ് ചെയ്തിട്ടൊക്കെ പറയാമായിരുന്നു എന്നാണ്. പക്ഷേ ഗുരുവാണ്. ഗുരുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഇനിയും 1000 കൊല്ലം കഴിയണം. 1000 കൊല്ലം കഴിയണം ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ. ഇന്ന് നമുക്ക് ഗുരു ആരാണെന്നല്ല, ഗുരുവിൻ്റെ വക്ക് ഗുരു 1000 കഷ്ണമാക്കിയാൽ, ഗുരുവിനെ 1000 ഭാഗമാക്കിയാൽ അതിലൊരു ഭാഗം പോലും നമ്മൾ കണ്ടിട്ടില്ല, തിരിഞ്ഞിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. ഗുരുവിനെ മനസ്സിലാക്കാൻ ഇനിയും സഹസ്രാബ്ദങ്ങൾ കഴിയണം, ഒരുപാട് പുരുഷായുസ് കഴിയണം. അന്ന് ഗുരുവിനെ മനസ്സിലാക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം ഇവിടെ മനുഷ്യന്മാർ മാത്രമുള്ള ഒരു കാലമായിരിക്കും. അത് കറുപ്പില്ലാത്ത, വെളുപ്പില്ലാത്ത, മതമില്ലാത്ത, ജാതിയില്ലാത്ത മനുഷ്യത്വം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കാലമുണ്ട്. അന്ന് എല്ലാ ഭേദങ്ങളും ഇല്ലാതാകുന്ന, എല്ലാ ഭേദങ്ങൾക്കും അതീതമായി മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ഒരു കാലം. ആ കാലത്താണ് ഗുരുവിനെ തിരിച്ചറിയുക. ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ ഭേദങ്ങളാണ് ഇപ്പം നമ്മൾ കൽപ്പിക്കുന്നത്? രാഷ്ട്രീയം ഒരു ഭേദമല്ലേ? ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലൊക്കെ വന്ന് നോക്കണം. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതീയത പോലെയാണ്. അങ്ങനെയാണ്. ഇന്ന് രാഷ്ട്രീയത്തിൽപ്പെട്ടവൻ മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ പോലും പാടില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് മാറി വരികയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാം പുതിയ സെക്ടറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സെക്ടറുകൾ. സ്കൂളുകൾ അങ്ങനെയല്ലേ? മുസ്ലിം സ്കൂളുകൾ, മുസ്ലിം കുട്ടികൾ മാത്രം. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിശ്വൻ്റെ വീട്ടിൽ വെച്ചാണ് നോമ്പ് തുറന്നത്. വിശ്വൻ്റെ പ്രിയ പത്നി ഉണ്ടാക്കി തന്ന വളരെ മനോഹരമായ, വളരെ രുചികരമായ ജ്യൂസൊക്കെ കഴിച്ച് നോമ്പ് തുറന്നിട്ടാണ് വരുന്നത്. നോമ്പ് തുറന്ന ഉടനെ വിശ്വൻ എനിക്ക് നിസ്കാരപ്പായ തന്നു. ഞാൻ അവിടെ വെച്ച് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു, ആ കുടുംബത്തിന് വേണ്ടി, ആ വീട്ടിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഞാൻ വരുന്നത്. എന്ത് മനോഹരമായ അനുഭവമാണ്. എൻ്റെ കൂടെ പഠിച്ച രാജേഷിൻ്റെ കൂടെ ഓണത്തിന് പൂ പറിക്കാൻ പോയ ആളാണ് ഞാൻ. എൻ്റെ കാലിൽ മുള്ളു കൊണ്ടിട്ടുണ്ട്. ആ ഓണപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ഓണപ്പൂക്കളം ഇടും. ക്രിസ്മസിന് നക്ഷത്രം തൂക്കും. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടിയ, നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് കിട്ടിയ, നമ്മുടെ സഹപാഠികളിൽ നിന്ന് കിട്ടിയ ഒരു സംസ്കാരമാണ്. പക്ഷേ ഇന്ന് മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള്, ഹിന്ദു കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള്, ക്രിസ്ത്യൻ കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള്, മറ്റൊരു മതക്കാരനെ കാണാതെ വളരുന്ന തലമുറ. എന്തായിത്തീരും നമ്മുടെ നാടിൻ്റെ ഭാവി? ഇതൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ പേര് കൂടിയാണ്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളുണ്ടല്ലോ, അതൊരു സംസ്കാരത്തിൻ്റെ പേര് കൂടിയാണ്. അത് നമ്മുടെ നാട്ടിലെ ഈ സമൃദ്ധിയെ, നമ്മുടെ നാട്ടിലുള്ള ബഹുസ്വരതയെ, ഈ പ്ലൂറലിസത്തെ വളർത്തുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും എൻ്റെ കുട്ടി കോൺവെൻറ്റിൽ പഠിക്കുന്നു, എൻ്റെ കുട്ടി മുസ്ലിം സ്കൂളിൽ പഠിക്കുന്നു, ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു പേര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറബി പേരുള്ള സ്കൂളിൽ പഠിക്കുന്നു, വലിയ കാശൊക്കെ കൊടുത്താണ് പഠിക്കുന്നത്. നിങ്ങളുടെ കുട്ടി ഒരു പക്ഷേ വലിയ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങും, ഇംഗ്ലീഷൊക്കെ കുടുകൂടാ സംസാരിക്കും. പക്ഷേ ആ കുട്ടിക്ക് മറ്റ് മതക്കാരനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല.
കാരണം അവൻ അവൻ്റെതായ ഒരു സെക്ടറിനെ മാത്രം കണ്ട് വളരുകയാണ്. അവൻ്റെ ഭാഷ, അവരുടെ സംസ്കാരം മാത്രം കണ്ട് വളരുകയാണ്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൂടാ. ഗുരു എല്ലാവരെയും ഒന്നായി കാണാൻ നമ്മെ പഠിപ്പിച്ചു. എല്ലാവരെയും ഒന്നായി കാണാൻ, ഒരുപോലെ ആസ്വദിക്കാൻ, ഒരുപോലെ സങ്കല്പിക്കാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാണ് ഗുരു എന്ന് പറയുന്നത്, അല്ലേ? സിലോണിൽ ഗുരുവിനൊരു ശിഷ്യനുണ്ട്. ശിഷ്യനെന്ന് പറഞ്ഞൂടെ, ഗുരുവിൻ്റെ ഒരു പരിചാരകൻ, അബ്ദുൽ ഖാദർ എന്നാണ് പേര്. ഒരു ദിവസം ഗുരു സിലോണിൽ ചെന്നപ്പോൾ ഒരു കാഷായം ധരിച്ച് ഒരാളിങ്ങനെ നിൽക്കുകയാണ്. തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ കൂടെയുള്ള സന്യാസി പറഞ്ഞു, ഗുരു, ഇദ്ദേഹത്തെ അറിയാമോ? ഇദ്ദേഹം സ്കന്ദസ്വാമിയാണ്. നമുക്കറിയില്ലല്ലോ സ്കന്ദസ്വാമിയെ. അത് നമ്മുടെ അബ്ദുൽ ഖാദറാണ്. അബ്ദുൽ ഖാദറോ? അബ്ദുൽ ഖാദറിനെ നമുക്കറിയാം, സ്കന്ദസ്വാമി അറിയില്ല. അത് ഗുരുവിനോടുള്ള ഭക്തിയാൽ മതം മാറി സന്യാസം സ്വീകരിച്ച് വന്നതാണ്. ഗുരു പറഞ്ഞു, അബ്ദുൽ ഖാദറായിട്ട് വരട്ടെ, നമുക്ക് സ്കന്ദസ്വാമിയെ വേണ്ട, നമുക്ക് അബ്ദുൽ ഖാദറിനെ മതി. ഇതാണ് ഗുരുവിൻ്റെ മതം എന്ന് പറയുന്നത്. ഇതാണ് ഗുരുവിൻ്റെ മതം എന്ന് വെച്ചാൽ, ഗുരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രൊമോട്ടറല്ല, ഏതെങ്കിലും മതത്തിലേക്ക് ആളെ കൂട്ടുന്ന ആളുമല്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, അവരായിക്കൊണ്ട്, ഹിന്ദുവിനെ ഹിന്ദുവായി, മുസൽമാനെ മുസൽമാനായി, ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയായി കണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മതങ്ങളൊക്കെ, ഞാൻ പറയുന്നു ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ ഈ മതം മാറ്റൽ പരിപാടി നിർത്തണം. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. മതം മാറ്റം, നിങ്ങളൊക്കെ എൻ്റെ മതത്തിലോട്ട് വാ, നിങ്ങൾക്ക് മോക്ഷം തരാം. ഈ മതം മാറ്റൽ പരിപാടിയൊക്കെ നിർത്തണം. മതം മാറാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ മാറട്ടെ. പക്ഷേ മതം മാറിയാൽ മോക്ഷമുണ്ടെന്ന് പറയുന്ന മതം മാറ്റൽ പരിപാടി, ഇപ്പോൾ നമ്മുടെ മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പയൊക്കെ എല്ലാ മതങ്ങളും രക്ഷാകര വഴികളാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു. ഇതൊക്കെ വലിയ സൂചനകളാണ്, വലിയ ശുഭകരമായ വൃത്താന്തങ്ങളാണ്. ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ വഴി മതം മാറ്റുന്ന വഴിയല്ല. ഓരോ മതക്കാരനും അവനവൻ്റെ മതത്തിൽ ഉറച്ചു നിന്ന്, അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്, മാനവികത എന്ന ഏക മതത്തെ ഒന്നായി കണ്ട്, എല്ലാവരെയും ഒന്നായി കണ്ട്, മാനവകുലത്തെ ഒന്നായി കണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരത്തിൻ്റെ പേരാണ്. അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു ആലയമായി ഈ ദേവാലയം, ഗുരു മന്ദിരം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, എന്നെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.